ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തീർത്ഥാടനത്തിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ശാരീരിക സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കൂടെ ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരെയും ഈ ഉടമ്പടി ആരാധനയിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ഇക്കാലത്ത് നിന്റെ പ്രത്യേകമായ സാന്നിധ്യവും വചനത്തിന്റെ പ്രത്യേക വിരുന്നും വിശേഷ ഭക്ഷണവും നൽകി ഞങ്ങളുടെ കാലഘട്ടത്തെ പരിപോഷിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഈ ആരാധന നിമിഷം മുഴുവനും ആരെല്ലാം ഓൺലൈനില് എപ്പോഴെല്ലാം ആരാധന കൂടുന്നുവോ അവിടെ കണ്ണുനീരും ഇപ്പോൾ ഞങ്ങള് ആരാധനയില് അമ്മയുടെ മാധ്യസ്ഥത്തില് സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ ആരാധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മക്കളെ പ്രത്യേകമായിട്ട് ആൾക്കാരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ ഉണർവോടെ ആയിരിക്കാൻ അധരങ്ങൾക്ക് അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുമ്പോഴേ തീ കത്തുകയും സ്വർഗമുണരുകയും ആത്മാഭിഷേകത്താൽ നിറയുകയും ചെയ്യുന്ന സഭയെ അങ്ങ് പടുത്തുയർത്തണമേ. അറിയപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലങ്ങളിലെല്ലാം എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ കേട്ട സാക്ഷ്യങ്ങളിലൂടെ അങ്ങയുടെ മഹിമ കുടികൊള്ളുന്ന ഉടമ്പടി പേടകത്തിന്റെ കുടികൊള്ളുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങള് അനുഭവങ്ങളായി വിടുതലായി പുറപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ തീത്തൂണായി ഏകസ്തംഭമായി ചെങ്കടൽ പിളർത്തി യോർദാൻ പിളർത്തി അനുഭവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദാന നാട് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. സ്തുതിക്കട്ടെ. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ, അതിശക്തമായി ശ്രദ്ധിക്കട്ടെ.
നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലാണ് ഉടമ്പടി ധ്യാനം നടത്തുന്നത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു, അതിന് പ്രത്യേക ദിവസമുണ്ടായിരുന്നു, ചൊവ്വാഴ്ച. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ ആ ദിവസം 10,000 മനുഷ്യരിവിടെ വന്ന് നിറഞ്ഞ് വണ്ടി അപകടമൊക്കെ ഉണ്ടാക്കി ആകപ്പാട് അപകട മേഖലയെ കഴിഞ്ഞ പ്രാവശ്യം അപകടം ഉണ്ടായി. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം കർത്താവ് മനസ്സിൽ തോന്നിക്കുന്ന ദിവസം ഉടമ്പടി ധ്യാനം നടത്തും. നമ്മൾ ഉടമ്പടി ധ്യാനം കൂടേണ്ടത് ശരിക്കും ഓൺലൈനിലാണ്. ഓൺലൈനിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് എപ്പോഴും ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടി അതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഉടമ്പടി നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം. ഉടമ്പടി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതാണ്. എന്താണ്? എപ്പോഴും ഈ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ടച്ച് വിട്ടു പോകരുത്. കാര്യം ടച്ച് വിട്ടു പോയാൽ ഗ്യാപ്പായി കഴിഞ്ഞാൽ പിന്നീട് കണക്ഷൻ മൊത്തം പോകും. കണക്ഷൻ പോയില്ലെങ്കിൽ എന്തിനാണ് ഈ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾക്ക് എപ്പോഴാണ് കിട്ടുക, ദൈവം അതെപ്പോഴാണ് തരിക, എങ്ങനെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, ഇതേക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം പക്ഷെ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തമായ ഐഡിയ ഉണ്ട്, എല്ലാ വിഷയത്തെക്കുറിച്ചും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം വളരെ രസകരമായ സാക്ഷ്യമാണ്. ആ ചേച്ചിക്ക് അവർ ഉടമ്പടിയിലായതുകൊണ്ട് അവരെന്താ ചെയ്യണത്? സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. 2 സാക്ഷ്യങ്ങൾ വെച്ചെങ്കിലും അത് ടച്ച് വിട്ടു പോകാതിരിക്കാനാണ്. കർത്താവുമായിട്ട് നമ്മൾ ഓൺലൈനിലാകുകയാണ്. അത് കാരണം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉടമ്പടിയുടെ ഒരുക്കത്തിലാണ്, ഉടമ്പടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ സാക്ഷ്യം കേൾക്കുന്നത്. സാക്ഷ്യം കേട്ടപ്പോൾ ഒരു സാക്ഷ്യം ഇതാണ്, അവർ കേട്ട സാക്ഷ്യം ഇതാണ്: വഴിയില്ലാത്ത വീട്ടിലേക്ക് കാർ കയറുന്ന വഴി കിട്ടി. അതാണൊരു സാക്ഷ്യം. അപ്പം ആൾക്കാർക്കൊക്കെ ഒരു 10,000 പേര് സാക്ഷ്യം കേൾക്കുമെങ്കിലും ഇപ്പം നമുക്ക് വഴിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കാറ് കയറുമല്ലോ, ഇത് നമ്മുടെ കാര്യമൊന്നുമല്ലല്ലോ, ഇത് നിങ്ങൾ തള്ളിക്കളയാം. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കുള്ള സാക്ഷ്യം വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് സാക്ഷ്യം 1 by 1 ആയിട്ട് കൂടിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വഴി ഒരു പ്രശ്നമാണ്. പക്ഷേ വഴി അവരെഴുതി തള്ളിക്കളഞ്ഞ ഒരു പ്രശ്നമാണ്. കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്, അവരുടെ പേര് റീന ഫ്രാൻസിസ് ആണ്, തവം, കണ്ണൂർ. അവരുടെ വീട് വയലിൻ്റെ നടുക്കാണ്. അപ്പോൾ വയലിൻ്റെ നടുക്ക് വീടൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടോപ്പോഗ്രഫി മനസ്സിലാകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ ഹൈ റേഞ്ചിലുള്ളവരാണെങ്കിൽ അവിടെ താഴ്വാരങ്ങളിലൊക്കെയാണ് വയലുള്ളത്. അവിടെ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വരമ്പൻ റോഡും ഒക്കെ വേറെ ഉണ്ട്, നമ്മളതിൽ നടക്കും, നമുക്ക് വയൽ പ്രശ്നമല്ല. പക്ഷേ ഈ തീരദേശ റൂട്ടുകളിലെല്ലാം, കൊല്ലമല്ല, ആലപ്പുഴ, കൊച്ചി, വടക്കംപറവൂർ, അങ്ങനെ വന്ന് കണ്ണൂർ വരെ തീരദേശ റൂട്ടിലെല്ലാം വയലുണ്ട്. ഈ വയലിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മളെ റോഡ് എന്ന് ഈ ചേച്ചിയുടെ വീട് വയലിൻ്റെ നടുക്കാണ്. ദാറ്റ് മീൻസ് ഒരടിയൊന്നുമല്ല, അടിക്കണക്കിനല്ല അവർ പറഞ്ഞു, 200 മീറ്റർ. ദാറ്റ് മീൻസ് ഒരു 600 അടിയോളം വഴി നടക്കണം. വീടിൻ്റെ വാതിക്ക് റോഡിൽ നിന്ന് 600 അടി അല്ലെങ്കിൽ 200 മീറ്ററോളം
നടക്കണം. വയലിലൂടെ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് ചെളിയായിരിക്കും. നമ്മൾ പൂഴിയാണെന്ന് മണ്ണെന്ന് അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാര്യം ഈ മണ്ണെന്ന് ആലപ്പുഴ പറയുന്ന സംഭവത്തിന് കോട്ടയത്തൊക്കെ പറഞ്ഞത് പൂഴിയെന്നാണ്. ഈ ചെളിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ചെളി എന്ന് പറഞ്ഞാൽ ചെളി പുതഞ്ഞ ചെളിയാണ്, പാടത്തെ ചെളിയാണ്. ഇപ്പം ചെളിയിൽ ചവിട്ടിയാണ് ഇവർ നടക്കണത്. ഇപ്പം വീട്ടമ്മച്ചി പറയണത് അവർക്ക് ഞാൻ അധികം പുറത്ത് പോകാറില്ല, പക്ഷെ എൻ്റെ മക്കളും ഭർത്താവുമാണ് എപ്പോഴും പുറത്ത് പോണത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ദുരിതമാണ്. നേരെ വെളുത്താൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ മുഖമൊക്കെ ഇപ്പം തന്നെ മാറും. കാര്യം എന്താണ്? ഈ ചെളി ചവിട്ടി പോകണ്ടേ, തിരിച്ച് ചെളി ചവിട്ടി വരണം. 1 മീറ്ററും 10 മീറ്ററൊന്നും അല്ലല്ലേ, 100-200 മീറ്റർ നടക്കണ്ടേ. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടോടുകൂടി അവർ അമ്മയോട് പറഞ്ഞ, അമ്മേ ഞാൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വഴിയില്ല. വഴിയുടെ കാര്യം ഇവർ ഉടമ്പടിയിൽ വെച്ചു. എന്നുവെച്ചാൽ വഴിയുടെ കാര്യം ഉടമ്പടി വെക്കാൻ വേണ്ടിയാണ് ദൈവം ആ സാക്ഷ്യം ആ സമയത്ത് അവരെ കേൾപ്പിക്കണത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു മെക്കാനിസം എന്ന് പറയണത്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും. വല്ലാത്ത ഗൈഡൻസാണ്. നമുക്ക് കരഞ്ഞു പോകും ഒരു ജന്മം മുഴുവനും. അത് ദൈവത്തിന് എങ്ങാനും നിങ്ങളൊന്ന് അറിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ പശ പോലെ ഒട്ടിപ്പോകും നമ്മൾ. പിന്നെ മാറത്തില്ല, മനുഷ്യൻ മാറത്തില്ല. അത്രക്ക് സുന്ദരമാണ്. അപ്പോൾ ഇവരിത് ഇവർക്കിപ്പോൾ ഇവരുടെ ആ ഗൈഡൻസ് നോക്കിയാൽ നിങ്ങൾ, ഇവർക്ക് വഴി കൊടുക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കണത്? അത് ഉടമ്പടിയിലേക്ക് വെക്കാൻ വേണ്ടി ഇവർക്കൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അതിനെന്താ ദൈവം ചെയ്തത്? ഒരു സാക്ഷ്യം കേൾപ്പിക്കുന്നു. നടക്കാത്ത ഒരു കാര്യം, 200 മീറ്റർ വഴി നാട്ടുകാരുടെ പുരയിടമാണ്, വലിയ ജന്മികളുടെയും മറ്റുള്ളവരുടെയൊക്കെ പുരയിടമാണ്. അവിടെ 200 മീറ്ററൊക്കെ നമുക്ക് കിട്ടുമോ? ഒരിക്കലുമില്ല. പക്ഷേ ഈ അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഇതാണ്, ഇതിൻ്റെ ടോട്ടൽ ഓണർഷിപ്പ് ആർക്കാനുള്ളത്? റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ടോട്ടൽ ഓണർഷിപ്പ് ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. 89-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തനം 89:11 വായിച്ചോളൂ. ആകാശം അങ്ങയുടേതാണ്. പ്രാർത്ഥിച്ചേ. ആകാശം അങ്ങയുടേതാണ്, അങ്ങയുടേതാണ്. ഭൂമിയും അങ്ങയുടേത് തന്നെ, ഭൂമിയും അങ്ങയുടേത് തന്നെ. ലോകവും അതിലുള്ള സകലതും, ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. അപ്പം മാസ്റ്റർ കൺട്രോള് ആരുടെ കയ്യിലായിരിക്കും? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. വിശ്വാസിയുടെ ആസ്തി അതാണ്. നീ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്റെ ജീവിതത്തിൻ്റെ ഭാഗതയും ഇരിക്കണത്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതികളെ. ശക്തികളും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വിശ്വാസി, നീ എന്തിനാണ് കർത്താവിൻ്റെ വചനം വായിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമുക്ക് ആരൊക്കെ എല്ലാം ഉണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മുടെ ആസ്തി ഭദ്രത എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത്. മനസ്സിലായില്ലേ?
നമുക്കാരൊക്കെ ഉണ്ട്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്പദങ്ങൾ എന്താണ്? ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിലാണ് എൻ്റെ ആസ്പദം, ആശ്രയം. അപ്പോൾ മറ്റുള്ളവരുടെ പുരയിടമാണെന്ന് പറഞ്ഞാലും ബേസിക്കായിട്ട് എൻ്റെ അപ്പൻ്റെ ആണെന്നുള്ളതാണ് ബോധം നമുക്ക് വിശ്വാസിക്കുണ്ടാകണം. വിശ്വാസമാണ് ഏൺ ചെയ്യണത്, മനസ്സിലായില്ലേ? നമ്മൾ ഏൺ ചെയ്യണത് അത് മറ്റുള്ളവരുടെയും പുരയിടമല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നീ കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട കാര്യമില്ല. നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ എല്ലാ വിഷയവും, അതിൻ്റെ 2ാമത്തെ വചനം വായിച്ചേ, ആകാശവും ഭൂമിയും ലോകവും അതിൻ്റെ സമസ്തവും ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് മാസ്റ്റർ കൺട്രോള്. അപ്പം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഈ അനന്തമായ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ വിശ്വാസം തുറന്നു തരുന്നത്. വിശ്വാസം തുറന്നു തരണത് അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗലാത്യരുടെ ലേഖനം ഇന്ന് വായിച്ച സുവിശേഷമാണ്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷയെന്നാണ് യഹൂദൻ്റെ ആദ്യ പ്രാഥമിക വെളിപാടുകൾ. സെൻറ്റ് പോളിൻ്റെ കാലം വന്നപ്പോൾ സെൻറ്റ് പോൾ അതിനെ ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത ആൾക്കാരെ ആദ്യമൊക്കെ ചെറിയ തോതിലൊക്കെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. എന്നാൽ 2019 മുതൽ ഇങ്ങോട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ വരുമ്പോൾ പലരും ഞാൻ കാറിലാണ് മിക്കവാറും വരാറ്. അപ്പോൾ പലരും ചോദിക്കും, ഇവിടെ വെച്ച് കാണുമ്പോൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുമോ ഗ്രേസിയും ചോദിക്കും. അപ്പം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റ് പല ആവശ്യങ്ങൾക്കും പോകേണ്ടി വന്നപ്പോൾ എനിക്ക് തോന്നി, പലരും ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും കൂട്ടിക്കൊണ്ട് പോകാൻ കഴിയണില്ല. എല്ലാവരും അങ്കമാലി തുറവൂരാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലരും ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ട് എനിക്കങ്ങനെ ഒരു സംവിധാനം ചെയ്താൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും മക്കളും അതിന് വലിയ സപ്പോർട്ടായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ മാസവും ഞാൻ എൻ്റെ പ്രദേശത്തു നിന്നും എൻ്റെ സ്വന്തം റിസ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് ആരാണോ ക്രൈസ്തവരെന്നോ ഒന്നും നോക്കാതെ ആർക്കൊക്കെയാണോ ആഗ്രഹം ഉടമ്പടി എടുക്കാനും ഉടമ്പടി പുതുക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഏതാണ്ട് 60-70 പേരോളം എല്ലാ മാസവും ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രസ്സ് അല്ലെങ്കിൽ രോഗികളെ സഹായിക്കുക, എന്നെക്കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത്. എൻ്റെ വരുമാനത്തിൻ്റെ ചെറിയ ഓർഡറാണെങ്കിലും ഞാൻ പറയും, അമ്മ മാതാവേ എനിക്ക് നീ ഇത് തരും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ഓർഡറാണെങ്കിലും എടുക്കാറുള്ളൂ. ചെറുതും വലുതുമായ വലിയ സാധ്യതകൾ എന്നും അമ്മ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് എൻ്റെ ജീവിതകാലം മുഴുവൻ, ജീവിതത്തിന് ശേഷം എൻ്റെ നിത്യതയിലും ഈശോയുടെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും എന്നെ ഈ കൃപാസന സന്നിധാനത്തിൽ അച്ഛനും ഇവിടെയുള്ള എല്ലാവരും പ്രാർത്ഥനാ ഗ്രൂപ്പും ഞങ്ങളുടെ ഇടവക ദേവാലയവും എല്ലാവരും ഞങ്ങളുടെ ഈ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആഷ്ലി, ഞാൻ നെടുങ്കുന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2006 എൻ്റെ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. 2008 മുതൽ ഞാൻ IELTS പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു. അതിനുശേഷം 2017 എനിക്ക് IELTS കിട്ടുകയും അയർലൻഡിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെങ്കിൽ എൻ്റെ സൗദിയുടെ പേപ്പർ വർക്കൊന്നും നടക്കാഞ്ഞതിനാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നീട് 2022 ഞാൻ OET എഴുതാൻ തീരുമാനിക്കുകയും സെപ്റ്റംബറിൽ OET എഴുതുകയും ചെയ്തു. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ സ്പീക്കിങ്ങിൻ്റെ സ്കോറ് 340 വന്ന് നിന്നു. എനിക്ക് ബാക്കി എല്ലാത്തിനും നല്ല സ്കോർ ഉണ്ടായിട്ടും സ്പീക്കിംഗ് കാരണം എനിക്ക് മുന്നോട്ടൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് എൻ്റെ ട്യൂട്ടർ എന്നോട് പറയുന്നത്, ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട് സാധിക്കും, സ്പീക്കിംഗ് മാത്രമായിട്ട് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞാൻ ജനുവരി 14, 2023 സ്പീക്കിങ്ങിന് ഡേറ്റ് എടുത്തു. എനിക്ക് ഒരുപാട് നാളായിട്ട് കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജനുവരി 9 മാതാവ് എന്നെ ഇവിടെ എത്തിച്ചു. അന്നേരം എനിക്ക് കൃപാസനത്തിൽ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു പോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു പ്രേരണ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ 9 ജനുവരി 2023 9 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ ഞാൻ എൻ്റെ നിയോഗം എഴുതി. എനിക്ക് ജനുവരി
14 നടക്കുന്ന OET സ്പീക്കിംഗ് എക്സാമിന് B ഗ്രേഡ് കിട്ടി എന്നെ പാസ്സാക്കാൻ അനുവദിക്കണമെന്ന്. പക്ഷേ അത് എഴുതിയെങ്കിലും എനിക്ക് വളരെയധികം അസ്വസ്ഥതയായിരുന്നു. കാരണം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതെനിക്ക് സാധിച്ചു കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം നേരം 5:30 ആയപ്പോഴത്തേക്ക് ചൊല്ലി. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ജനുവരി 13 വൈകുന്നേരമായി. അതിനു മുന്നേ ഞാൻ OETക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നെങ്കിലും എനിക്ക് സ്പീക്കിംഗ് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ഈ ഒരാഴ്ച കാലയളവിൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പലപ്പോഴും ട്യൂട്ടർ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുമായിരുന്നു എൻ്റെ സ്പീക്കിംഗാണ് ഏറ്റവും നല്ലത്, സ്പീക്കിങ്ങിന് പോകാൻ ഒരു സാധ്യതയില്ലായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് OET പരീക്ഷയ്ക്ക് മുന്നായിട്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒന്നിനും ഒരു അവസരം കിട്ടിയില്ല. അങ്ങനെ ഞാൻ തീരുമാനിച്ചു എന്താണെങ്കിലും പരീക്ഷയുടെ തലേദിവസം ഞാൻ പഠിച്ചിട്ട് പോകാം, അന്നേരം എനിക്ക് കുറച്ചുകൂടി ഓർമ്മ കിട്ടുമെന്ന്. ജനുവരി 13 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചെങ്കിലും എൻ്റെ ഡാഡി അന്ന് രാത്രി മരിക്കുകയും എനിക്ക് പിന്നെ മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവുകയും ചെയ്തു. എനിക്ക് എന്ത് ചെയ്യണം, പരീക്ഷ എഴുതണോ വേണ്ടയോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു.